നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, എവിടെയാണ് പീസ് കുറവ്, ദേവാലയമുണ്ടോ, കുമ്പസാരമുണ്ടോ, അവിടെ കൂദാശക പരിഗണന ചെയ്യുന്ന ആൾക്കാരുണ്ടോ, ഒന്നും ചിന്തിക്കാറില്ല. അപ്പോൾ അവരെ സ്ഥിരമായിട്ട് അവിടെ കുർബാനയ്ക്ക് വിടില്ല ഹോസ്റ്റലിൽ നിന്ന്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, കാരണവന്മാർ പള്ളിയിൽ കയറി ഇരുന്നിട്ട് 12 അപ്പസ്തോലന്മാരെ പ്ലസ് ഒന്നുകൂടി ചേർത്ത് 13 അപ്പസ്തോലന്മാരെ കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലുക, 12 മികായന്മാരുടെ പ്രാർത്ഥന ചെല്ലുക. എന്നിട്ട് ആളെ വിളിക്കാൻ പറഞ്ഞു, കയറി വരുമെന്ന് പറഞ്ഞു. താഴത്ത് പോയി ഇരുന്ന വ്യക്തി ഇവിടെ അവർ 10-15 മിനിറ്റ് നേരുന്ന പ്രാർത്ഥിച്ചു. അതിന് ശേഷം അവർ കയറി വന്നു, കണ്ടു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖഭാഗം മാറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വലിയ തേജസ് കടന്നു വന്നു. അതിന് ശേഷം അവനെ കണ്ടു, അമ്മയും അപ്പനും കണ്ടു കഴിഞ്ഞപ്പോൾ കയറി വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങളുടെ മകൻ ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറി. അല്ലേ? കാരണം എന്താ, അപ്പനും അമ്മയ്ക്കും വീട്ടിൽ വന്നപ്പോൾ പിള്ളേരെ കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല, അശുദ്ധാത്മാവാണെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മകന് പഠിച്ച് ഒരു ബിടെക്കോ എംടെക്കോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും. നമ്മൾ മാതാപിതാക്കന്മാരോ നമ്മുടെ കുടുംബങ്ങളോ ചിന്തിക്കുന്ന നേരെ തിരിച്ചാ. പള്ളി പോയില്ലെങ്കിലും കുർബാന അർപ്പിച്ചില്ലെങ്കിലും കൂദാശകൾ സ്വീകരിച്ചില്ലെങ്കിലും അവനൊരു ഡോക്ടറോ IAS ആയി തീരാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ പ്രാർത്ഥിച്ചിരുന്ന യവസേ പിതാവ്, സ്ഥിരമായിട്ട് ദേവാലയത്തിൽ പോയിരുന്ന യവസേ പിതാവ്, സ്ഥിരമായിട്ട് സിനഗോഗിൽ പോയിരുന്ന യവസേ പിതാവ്, ആ യവസേ പിതാവിൻ്റെ ഭവനത്തെയാണ് പിശാച് ടാർജറ്റിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത്, നാം പോകാത്ത കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിയമങ്ങൾ അനുസരിക്കാത്ത കുടുംബത്തിൻ്റെ അവസ്ഥയായിരിക്കും. കൽപ്പനകൾ പാലിക്കാത്ത കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? സിനഗോഗിൽ പോകാത്ത കുടുംബങ്ങൾ അവസ്ഥ എന്തായിരിക്കും? അല്ലേ? ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ ആക്രമണങ്ങളൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അവർ ദൈവത്തിൻ്റെ കൂടെയല്ല, അവർ ലോകത്തിൻ്റെ കൂടെയാണ്.